ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കുമായിട്ടാണ്, ചെമ്മീൻ അട. ഓക്കെ, അപ്പം ഈസിയാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ അട ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ചെമ്മീൻ അട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചെമ്മീൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിൻ്റെ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു 200 ഗ്രാം ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ചെമ്മീനാണ്, നിങ്ങൾക്ക് ചെറിയ ചെമ്മീനും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 3 മീഡിയം സൈസിലെ സവാള നന്നായിട്ട് പൊടിയായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത്. പിന്നെ 3 പച്ചമുളക് ചതച്ചത്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പച്ചമുളക്. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം, ഒരു നുള്ളു പെരുംജീരകം മതിയാവും. നിങ്ങളുടെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ, കുറച്ച് കറിവേപ്പില, അത് ഞാനിപ്പം കറിവേപ്പില അരിഞ്ഞതാണ്, നിങ്ങൾക്ക് മുഴുവനായിട്ടും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫില്ലിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയ കൊഞ്ചാണെങ്കിൽ നിങ്ങൾ പീസാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വലിയ കൊഞ്ചായതുകൊണ്ടാണ് പീസാക്കിയത്. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണ്ടെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ളു പെരുംജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പെരുംജീരക പൊടിയാണുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടണ്ട, നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഉള്ളി നേരത്തെ എടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമ്മൾ വഴറ്റുമ്പം തന്നെ നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊരു മണം വരുന്നുണ്ട്, ഒരു മൂത്തിട്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പച്ചമുളകും നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഞാനിപ്പം 3 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ ഞാൻ മുന്നേ ഇട്ട കാലിഫോർണിയ സാൻഡ്വിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് മെസ്സേജും അത് അവരുണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചെമ്മീൻ അട ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് സ്റ്റെക്കായിപ്പോയി. ഞാനിതിലിപ്പോൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൊഞ്ചും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. തേങ്ങ ഇട്ടിട്ട് അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇറക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചെമ്മീൻ അടേൻ്റെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ്, അതായത് 150 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ 8 ചുവന്നുള്ളിയും കൂടി ചതച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം എത്ര വെള്ളം വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ അടക്കെല്ലാം കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. 3 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ കുഴച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൂരി എല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു അത്രയും ഉരുളി എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിംഗ് വെച്ച് പിന്നെ ഉരുട്ടി പിന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം, എളുപ്പത്തിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 6 എണ്ണം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ 12 എണ്ണം കിട്ടും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാനിത് സ്റ്റീമിൽ വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ആവിക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇല വെച്ചിട്ടാണ് അതിലാണ് ചെയ്യുന്നത്. ഇല വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏകദേശം ഹൈ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെന്താൽ മതിയാകും. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം മസാലയിൽ ഒന്നുകൂടി മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു മസാല പുരട്ടിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിന് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് തയ്യാറാക്കിയ മസാലയാണിത്. ഈ മസാലയിൽ നമ്മൾ അട മുക്കി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. രുചികരമായിട്ടുള്ള ചെമ്മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നമ്മളെ തലശ്ശേരിക്കാർ ഒരു അരിക്കടുക്കേൻ്റെ എല്ലാം ടേസ്റ്റായിട്ട് മാച്ചുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരാം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.